Hello friends, welcome to Mallu Rambler. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലാണ്, അതായത് കുട്ടനാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആലപ്പുഴ കൈനകരിയിലെ ഹൗസ് ബോട്ട് ടെർമിനലും അതിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഈ വീഡിയോ കാണുന്നവരിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനോട് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരോട് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്ത് കളറോഡ് ജംഗ്ഷനിൽ നിന്നാണ്, അതായത് ആലപ്പുഴ ST കോളേജിന് അടുത്തുള്ള ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വരുമ്പോൾ ഏകദേശം ഒരു 4 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴാണ് കൈനേരി എന്ന് പറഞ്ഞിട്ടൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഞാൻ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഡെയിലി ട്രാവൽ ചെയ്യുന്ന റോഡാണ് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ വന്നാലും നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന റോഡാണിത്. കാരണം 2 വശത്തും പാടങ്ങളാണ്. ഇപ്പോൾ ഈ കാണുന്ന പാടങ്ങളൊക്കെ കൃഷി കഴിഞ്ഞിട്ട് വെള്ളം കയറ്റിയിട്ടിരിക്കുന്നതാണ്. കൃഷിയുള്ള സമയത്താണെങ്കിൽ 2 സൈഡിലും നല്ല പച്ചപ്പായിരിക്കും. പിന്നെ ഈ റോഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ റോഡുകളിലൊക്കെ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ കുഴിയാകാറുണ്ട്. പക്ഷേ ഈ റോഡിൽ എല്ലാവർക്കും അറിയാമല്ലോ, കുട്ടനാടെന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് എല്ലാ മഴക്കാലത്തും റോഡിൽ വെള്ളം കയറും, വലിയ വെള്ളക്കെട്ടുകളുണ്ടാവും. നമുക്കിതിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അത്ര വെള്ളക്കെട്ടുണ്ടാവും. പക്ഷേ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അത് ഈ റോഡിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. നമ്മൾ വേറെ എവിടെ നോക്കിയാലും നമ്മുടെ റോഡുകളാണ്, പുറത്തുള്ള കാര്യമല്ല, നമ്മുടെ റോഡുകളിൽ ഒരു ചെറിയ മഴ പെയ്താൽ മതി കുഴിയും കുണ്ടും ആകെ നാശമാകാറുണ്ട്. പക്ഷേ ഈ AC റോഡിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇത്രയും വെള്ളം കയറി കിടന്നാലും വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീണ്ടും തുടർന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും റോഡ്. നമ്മളിപ്പോൾ ഈ തിരിഞ്ഞ ജംഗ്ഷൻ്റെ പേരാണ് കൈനേരി എന്ന് പറയുന്നത്. നമ്മൾ കളർ റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചങ്ങനാശ്ശേരി റൂട്ടിൽ വരുമ്പോൾ പള്ളാത്തുരുത്തി എന്ന് പറയുന്നൊരു പാലമുണ്ട്. ആ പാലം കയറി ഇറങ്ങിയിട്ട് ലെഫ്റ്റ്, ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ കൂടി ഉണ്ടാവും. അതിൻ്റെ ഈ 2 സൈഡിൽ കാണുന്നത് പാടമാണ്, അതായത് കൃഷി കഴിഞ്ഞിട്ട് വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന പാടങ്ങളാണ് ഈ 2 സൈഡിൽ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ വെള്ളത്തിൽ കയറിയിട്ട് വേണം പോകാനായിട്ട്. കൃഷിയുള്ള സമയത്താണെങ്കിൽ ചെറിയ വരമ്പുകളുണ്ടാവും, അതിൽ നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ കുട്ടനാട്ടിൽ ഉൾപ്രദേശങ്ങളിൽ എല്ലാ വീടുകളിലും വെള്ളം ഉണ്ടാവും. നമ്മളൊക്കെ ഈ 2 വീലർ വാങ്ങുന്ന പോലെയാണ്, ഉറപ്പായിട്ടും എല്ലാ വീടുകളിലും വെള്ളം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരുമാതിരിപ്പെട്ട വീടുകളിലൊക്കെ വെള്ളം കയറും. പിന്നെ ഇപ്പോൾ കുറച്ച് പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് അവർ വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു നില വീടിൻ്റെയൊക്കെ പൊക്കത്തിൽ തൂണുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണിപ്പോൾ കുറേ വീടുകൾ, പുതിയതായിട്ട് വരുന്ന വീടുകളൊക്കെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതല്ലാത്ത പഴയ വീടുകളൊക്കെ ഒരുമാതിരി എല്ലാ വീടുകളിലും വെള്ളം കയറും. അതുകൊണ്ട് തന്നെ വെള്ളം ഇല്ലാതെ ഇവർക്ക് പറ്റില്ല. നമ്മൾ നോക്കുമ്പോൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരുപാട് നെൽപ്പാടങ്ങളും കൃഷിസ്ഥലങ്ങളും ഒക്കെ മനോഹരമായൊരു നാടാണ് കുട്ടനാട്. പക്ഷേ ഇവിടുത്തെ കുട്ടനാട്ടുകാരുടെ അവസ്ഥ അതല്ല കേട്ടോ. ശരിക്കും ഒരു പ്രളയം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് വെള്ളപ്പൊക്കത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളപ്പൊക്കം നേരിടുന്ന കുട്ടനാട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിവിടെ എത്താറായിട്ടുണ്ട്. ഇതേ കാണുന്ന പാലം കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കൈനകരി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൗസ് ബോട്ട് ടെർമിനലും അതിനോട് ചേർന്നൊരു ചെറിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഉള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്, ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സിൻ്റെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട് ടെർമിനൽ. പക്ഷേ ആദ്യം തന്നെ പറയാം, ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനമോ കാര്യങ്ങളോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇതിലേക്ക് വരാനായിട്ട് പ്രോപ്പറായിട്ടൊരു വഴി കൂടിയില്ല. നമ്മളൊരു ചെറിയ ഇടവഴി കൂടെയൊക്കെ കയറിയിട്ടാണ് ഇതിനുള്ളിലേക്ക് വന്നത്. എങ്കിലും ദിവസവും ധാരാളം സന്ദർശകരാണ് ഈ പാലം കാണാനായിട്ട് ഇവിടെ വരുന്നത്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. കണ്ടില്ലേ, ഇതിൻ്റെ 2 സൈഡിലും ഈ കാണുന്നത് ഹൗസ് ബോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. ഈ 2 എക്സ്റ്റൻഷൻ സൈഡിലേക്ക് നിൽക്കുന്ന 2 എക്സ്റ്റൻഷൻ വന്നിരിക്കുന്നത് ഹൗസ് ബോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കാണുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഹൗസ് ബോട്ട് കൊണ്ടുവന്ന് കെട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്ന പോസ്റ്റ്. ഇതുപോലെ നോക്കിയാൽ നമുക്ക് അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200 മീറ്ററെങ്കിലും ഈ പാലത്തിന് ലെങ്ത് ഉണ്ടാവും. ഇനി അങ്ങ് എൻഡിൽ വരെ 2 സൈഡിലേക്കും ഇങ്ങനെ ഹൗസ് ബോട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.
ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങനെ സന്ദർശകരൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് പാലത്തിൽ പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. സാധാരണ സമയങ്ങളിൽ അത്യാവശ്യം തിരക്കുണ്ടാവും ഇവിടെ. ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ ഓപ്പണിങ് കഴിഞ്ഞിട്ടില്ലെങ്കിലും ചുരുക്കം ചില ഹൗസ് ബോട്ടുകളും മറ്റ് ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ ഇതിൽ വരാറുണ്ട്. ശരിക്കും ഒരു 2 വർഷത്തിന് മുകളിലെങ്കിലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഇവിടെ പണി തീർന്നിട്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത് ഓപ്പണാക്കി കൊടുക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ടെർമിനലിൻ്റെ ഏറ്റവും എൻഡിലാണ് നമ്മൾ പറഞ്ഞ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉള്ളത്. നമുക്ക് എന്നാലും അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ ഹൗസ് ബോട്ട് ടെർമിനലിലെ ഏറ്റവും എൻഡ്. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. എന്താണെങ്കിലും കൊള്ളാം, പൊളിസാനം. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അല്ലെങ്കിൽ സീപ്ലെയിൻ ടെർമിനൽ. അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന പ്ലെയിൻ ഈ ടെർമിനലിൽ അടുപ്പിച്ചിട്ട് പാസഞ്ചേഴ്സിന് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതായി കാണുന്ന പ്ലാറ്റ്ഫോം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റേതാണ്. വെള്ളത്തിൽ ഇത് പൊങ്ങിയിട്ടാണ്. വേറെ തൂണോ ബീമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. ഇത്രയും ഭാഗത്ത് ആ എൻഡ് വരെയുള്ള സ്ഥലം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. നമ്മൾ സാധാരണ സമയങ്ങളിൽ, അതായത് ഇപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് ഇവിടെ ക്ലോസ്ഡ് ആണ്. അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ടൊരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ടാവും. നമുക്ക് വെള്ളമൊക്കെ കുടിക്കാനായിട്ടുള്ള ഷോപ്പൊക്കെ ഇവിടെ ഉണ്ടാവും. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരിക്കും ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാൻ അന്നത്തെ കുറച്ച് വീഡിയോ നിങ്ങളെ കാണിക്കാം. കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴ ഹൗസ് ബോട്ട് ടെർമിനലിലെ വിശേഷങ്ങൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലപ്പുഴയിൽ വരികയാണെങ്കിൽ ഈ സ്ഥലം മിസ് ചെയ്യരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.